എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അണികളോടാണ്. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഉചിതമായി സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളെ പ്രസ്ഥാനത്തോടും അല്ലെങ്കിൽ ജനങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വേണ്ടിയാവരുത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് EDയുടെ വാഹനങ്ങൾ നിങ്ങൾ നശിപ്പിക്കുകയും അതിലെ ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ആ വാഹനത്തിൽ കല്ലെറിഞ്ഞത്? ഈ പറഞ്ഞ പിണറായി വിജയൻ സഖാവിൻ്റെ മകൾ വീണ വിജയൻ ഏകദേശം എക്സ്ലോജിക് എന്ന കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയത്, അല്ലെങ്കിൽ പറ്റിച്ചു എന്ന് തന്നെ പറയാം, 2,78,00,000. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് ED ഉദ്യോഗസ്ഥർ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലേഡിയുടെ ഫാദർ ആരാണ്, അതായത് വീണ വിജയന്റെ ഫാദർ ആരാണ്, മദർ ആരാണ്, അവരെ ബന്ധുക്കൾ ആരാണ്, സ്വാഭാവികമായിട്ടും സംശയമുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും, വീട് റെയ്ഡ് ചെയ്യും. സ്വാഭാവികമാണ് അതെല്ലാം. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് അണികളെ ഇവർക്കെതിരെ പോരാടുന്നത്? നിങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കൂ, അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പിന്നെ സഖാക്കളെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ED വാഹനം വളയുകയും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? ഇതുപോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാൻ എന്നൊരു ചെറുപ്പക്കാരൻ ബംഗാളിൽ ഇതുപോലെ ED ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ്. 2 വർഷത്തിലേറെയായി അദ്ദേഹം പുറംലോകം കണ്ടിട്ടില്ല. അദ്ദേഹം ഇന്നും ജയിലിനുള്ളിലാണ്. അദ്ദേഹത്തിന് ജാമ്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കേരളത്തിൽ എതിർക്കുന്ന പാർട്ടിയെ പോലെ അല്ല ഈ പറഞ്ഞ ED എന്ന ഏജൻസി. AC റൂമിലിരിക്കുന്ന നേതാക്കളും AC കാറിൽ യാത്ര ചെയ്യുന്ന നേതാക്കളും നിങ്ങളെ കൈയൊഴിഞ്ഞു കളഞ്ഞു. അപ്പം നിങ്ങൾ പോരാടേണ്ടത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. നിങ്ങളെ കാത്തിരിക്കാൻ നിങ്ങളെ മാതാപിതാക്കളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ AC റൂമിലിരിക്കുന്ന നേതാവോ അല്ലെങ്കിൽ കാറിൽ ACയിൽ സഞ്ചരിക്കുന്ന നേതാവോ നിങ്ങളെ സംരക്ഷിക്കുകയില്ല. പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടുക. ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ താല്പര്യത്തിനു വേണ്ടി നിങ്ങൾ പോരാടരുത്.